കാസർഗോട്ടേക്കാണ് ഇനി പോകുന്നത്. കാസർഗോഡ് മിപ്പുഗിരിയിൽ അച്ഛനെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഗണേശൻ, മകൾ വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ചെമ്മനാടുള്ള വീട്ടിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. ഫൈസൽ ബിൻ അഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, പറഞ്ഞോളൂ, വീടിനകത്താണോ അച്ഛനും മകളും മരിച്ച നിലയിൽ കാണപ്പെട്ടത്? എന്താണ് വിവരങ്ങൾ? രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചെമ്മനാട് കോളിയടുക്കത്തുള്ള ഈ വീട്ടിലാണ്. ഇവർ മീപ്പുഗിരി സ്വദേശികളാണ്. പക്ഷേ ഇവിടെയാണ് കുറച്ചു കാലങ്ങളെ വാടകയ്ക്ക് താമസിക്കുന്നത്. അച്ഛന്റെ പേര് ഗണേശൻ എന്നാണ്, 47 വയസ്സുകാരനാണ്. മകൾ വൈഷ്ണവി 17 വയസ്സ്. ഇവർ രണ്ടുപേരെയും ബെഡ്റൂമിലെ ആണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാൻ കഴിയുന്നത്, ആദ്യം മകൾ വൈഷ്ണവിയെ ഇന്നലെ രാത്രി 9:30 ഈ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ അച്ഛൻ കാണുന്നു. തുടർന്ന് അച്ഛൻ ഈ തൊട്ടടുത്തുള്ള അയൽക്കാരോട് കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം അച്ഛനും മകൾ തൂങ്ങി മരിച്ച അതേ ഹുക്കിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇത് രാത്രിയാണ് സംഭവം. അപ്പോൾ ആദ്യം മകള് തൂങ്ങി മരിച്ചു എന്ന് അച്ഛൻ അടുത്ത വീട്ടുകാരോട് പറഞ്ഞിരുന്നു. എന്നിട്ട് അവര് നമ്മളാരും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കേട്ട ഒരു വാർത്തയാണ്. അതായത് ഇതിനു മുന്നേ 2 പേര് മരിച്ച വീട്ടില് അച്ഛനും മകളും ജീവനൊടുക്കി എന്നുള്ള ഒരു വാർത്ത നമ്മളെല്ലാവരും ഇന്നലെ കേൾക്കുന്നത് പോലെ തന്നെ നമുക്കറിയാലോ. അതായത് കുറേ നാളുകളായിട്ട് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ ഇതുപോലെയുള്ള ദുരന്ത വാർത്തകൾ ഇന്ന് രാവിലെയും കൂടി ഉണ്ടായിരുന്നു. അതായത് അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി ഇന്ന് രാവിലെ തന്നെ നമ്മൾ കേട്ടൊരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ TV വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എവിടെ നിന്നാണ് ദുരന്ത വാർത്തകൾ വരുന്നത് എന്ന് കാതോർത്തിരിക്കുകയാണ് ഈയിടെയായിട്ട് മലയാളികൾ ചെയ്യുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ ഒരു 2 പേര് ജീവനൊടുക്കിയ വാടക വീട് ഇനി ഇവർ അറിയാതെ എടുത്തതാണോ അറിഞ്ഞുകൊണ്ട് എടുത്തതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതൊന്നും അറിയില്ല. അവിടെയാണ് അച്ഛനും മകളും മരിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ അയൽവാസികളോട് വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകൾ ജീവനൊടുക്കി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നതാണ്. അയൽവാസികളും പുറകെ തന്നെ വരുന്നു. പിന്നീട് കാണുന്നത് അവർ അച്ഛനെയും ഇതുപോലെ തന്നെ ജീവനൊടുക്കിയ നിലയിലാണ്. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഇപ്പോൾ എല്ലാവരും കണ്ടെത്താൻ കഴിയാതെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ ഭയങ്കരമായിട്ടുള്ള മദ്യപാനിയാണ്. ആ മദ്യപാനമാണോ ഇനി അതിൻ്റെ പ്രശ്നം? അതുമാത്രവുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്നത് സ്വന്തം തന്തയെ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ വേറെയാകും ചിലപ്പോഴേ. അതും നമുക്കറിയില്ല. ആ മനുഷ്യൻ ഇനി എന്തെങ്കിലും സ്വഭാവ വൈകൃതത്തിന് അടിമയാണോ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ആരോട് പറയാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അതിൻ്റെ അമ്മയാണെങ്കിൽ അവിടെയില്ല. അമ്മ എവിടെയോ ജോലിക്ക് പോയതാണ്. അച്ഛനും മകളും തന്നെയാണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. അച്ഛനും മകളും താമസിക്കുന്നത് ഒരു കുഴപ്പമുള്ള പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ മദ്യപാനം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ വായ നമുക്ക് മൂടിക്കെട്ടാനും കഴിയില്ല. ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതായത് ഈ അച്ഛൻ ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയോട് എന്തെങ്കിലും തരത്തിൽ പെരുമാറിയിരുന്നോ എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ കേട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്വന്തം മകളെ പ്രേമബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി പിതാവ് വഴക്കു പറയുന്നു. ആ മകള് തന്നെ കാമുകന്റെ സഹായത്തോടു കൂടിയിട്ട് അച്ഛനെ ജയിലിലാക്കുകയാണ് ചെയ്തത്. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ക്രൂരമായ പ്രവൃത്തിയാണ്. അപ്പോൾ ഈ മകളുടെ പരാതി കിട്ടിയ ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ അങ്ങ് ജയിലിലാക്കി. ഇതിൻ്റെ പരാതി എടുത്ത ആൾക്കാരുണ്ടാവില്ലേ, ഇത് അന്വേഷിച്ച ആൾക്കാരുണ്ടാവില്ലേ? ഇതിനിടയ്ക്ക് മുഹമ്മദ് ഖാൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് ഇവരൊക്കെ പരാതിയിൽ ആക്ഷൻ എടുക്കുന്നത്? അതായത് എന്താണ് ഇവരൊക്കെ പറയുന്നത്? ഒരാൾക്കെതിരെ ഏതെങ്കിലും ഒരാൾ പോയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അയാളെ പിടിച്ച് ജയിലിലിടുന്നൊരു സിസ്റ്റം. എൻ്റെ ഈശ്വരാഗിടി എങ്ങനെ ജീവിക്കുന്ന എനിക്കറിയില്ല. ഉള്ള കാര്യം പറയാലോ, എൻ്റെ മക്കളെ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ തന്നെ ഇന്ന് പേടിയാണ്. കാരണം എന്താ വെച്ചാൽ എവിടുന്നാ പണി വരുന്നതെന്ന് പറയാൻ പറ്റൂല. വ്യാജമായിട്ടുള്ള പണിയായാലും പോരെ, നമ്മളെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു പരിപാടി പോരെ. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പൊന്ന് മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. അതായത് ഒന്നും അറിയാതെ ഇവിടെ കിടന്നിട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായി വാർത്ത അങ്ങ് വായിക്കാതിരിക്കുക. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനിടയ്ക്ക് കേട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ചെറുപ്പക്കാരന് ലിഫ്റ്റ് കൊടുത്തതിൻ്റെ പേരിൽ 75 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മയക്കുമരുന്ന് അടിമയോ ആ വിൽക്കാൻ കൊണ്ടുവന്നവനോ ആണ്. എന്നാൽ പിന്നെ ഈ മനുഷ്യൻ, ഈ 75-76 വയസ്സുള്ള ഈ മനുഷ്യൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് അവിടെയുള്ള പഞ്ചായത്ത് മെമ്പറും അവരൊക്കെ വന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും കേൾക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏമാമാർ തയ്യാറായില്ല എന്ന് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും, അതുപോലെ ഈ അമ്മ എത്രമാത്രം ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടുണ്ടാകും. ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ ഒരാൾ പോലും വിശ്വസിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ജനങ്ങളുടെ മനസ്സിന് വെറുതെ വിട്ട് കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നറിയാം, ഇവൻ ചെയ്തതാണോടെ, ഇവൻ ചെയ്തിട്ടാണോ, ഇവൻ ചെയ്തിട്ട് വന്നതാണോ എന്നുള്ള സംശയങ്ങൾ ഇയാൾ ചാകുന്നത് വരെ ഇയാളെ മേലുണ്ടാവുകയാണെന്ന്. ആ നാട്ടിലുള്ള ഒരു പരിപാടിക്ക് പോലും ഇനി ഇയാളെ വിളിക്കത്തില്ല, ഒരു ബന്ധുക്കൾ പോലും ഒരു കല്യാണത്തിന് വിളിക്കത്തില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഇയാളെ ഇനി അങ്ങോട്ട് അടുപ്പിക്കാത്ത തരത്തിലായിരിക്കും ഇനി ഓരോ പ്രോഗ്രാമുകൾ നടക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയൊരു ദുരന്തവും അത് തന്നെയാണ്. ഒരു മനുഷ്യനെ ഒറ്റപ്പെടുത്തുക ഈ ഒരു കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ നിരപരാധിയാണെന്ന്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാമുകനാണ് ഇതിൻ്റെയൊക്കെ എത്തിൽക്കണി എന്നാണ് പറയുന്നത്. അതായത് തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാമുകനെ എന്തോ പറഞ്ഞപ്പോഴേ അത് അവൾക്ക് സഹിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വന്തം പിതാവാണ്, എന്നിട്ട് പോലും അതിന് സഹിച്ചില്ല. എന്നിട്ട് കള്ള പരാതി, ഒരു മക്കൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു കാമുകൻ എന്ന് പറയുന്നവനെ ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചുള്ളിലിടുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ സകല സ്വത്തുക്കൾ, അവൻ്റെ തന്തയുടെയും തള്ളയുടെയും സ്വത്തുക്കളെ കണ്ടു കെട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ പാവത്തിന് കൊടുക്കുക. എന്നാലും മാത്രമേ ജനങ്ങൾക്കൊരു ഭയം ഉണ്ടാവുള്ളൂ. ഒരു പരാതി പോകുമ്പോൾ ഇത് വ്യാജമാണോ നല്ലതാണോ അല്ലെങ്കിൽ ഇത് മോശമാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്കൊരു ഭയം വേണം. ഇപ്പോഴത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാ നിങ്ങൾക്കൊരു നാറ്റിക്കണ, ഒരു 4-5 മാസം നാറ്റിക്കണ, 4-5 മാസം നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരാതി നല്ലതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ലൈന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പറയുമ്പോൾ ആർക്കും ദേഷ്യം വന്നിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ പത്രമാധ്യമങ്ങൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഇപ്പോഴെല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിരക്കുള്ള ബസ്സിൽ കയറാൻ കഴിയില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ഒന്ന് ഇരിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ഭയത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇന്ന് മനുഷ്യന്മാർ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെന്നാ ഒരു ഫോട്ടോസ് വരുവാന്നറിയില്ല. ചിലപ്പോഴും നമ്മൾ ഉറങ്ങി വീഴുമ്പോഴായിരിക്കാം നമ്മുടെ ഫോട്ടോസ് ഉറങ്ങിയിട്ട് എൻ്റെ ചുമലിലേക്ക് വരുന്നുണ്ട്, ഏതാ കണ്ടില്ലേ എന്ന് വരുന്നത്. നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈറലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അമ്മാതിരി തോന്നിയവാസല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അച്ഛനും മകളും ഇതുപോലെ ജീവനൊടുക്കുന്നു. അവിടെ ഇതിനു മുന്നേ അച്ഛനും മകനും ജീവനൊടുക്കിയതാണ്. അതുമാത്രവുമല്ല, ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് മകള് പണിയെടുക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരുത്തന്നെ ലിഫ്റ്റ് കൊടുത്തൊരു പാവം ജയിലിലാകുന്നു. എന്താണോ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നേയില്ല. ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ ഇവിടെ ആളില്ലടേ. ഒരു പൗരൻ എന്ന നിലയിൽ വളരെ വിഷമത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്? ഇതിനൊരു അറുതി വേണ്ടേ? എത്രമാത്രം ആ പാവം അനുഭവിച്ചിട്ടുണ്ടാകും. ആ ഒരു അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി, അമ്മ എന്ന് പറയുന്ന 2 വ്യക്തികൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും. അവർക്ക് അവരുടെ ജീവിതത്തെ പറ്റി അവർക്ക് എന്താണ് പറയാൻ കഴിയുക? നിങ്ങളൊന്നും പറയാറുണ്ട്. അത്രമാത്രം അവർ വിഷമിച്ചിട്ടുണ്ടാവൂലേ? അപ്പം അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളിൽ നിന്നും ആൾക്കാരെ മോചിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഇതിൽ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. കാരണം ഇനി ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.